പി.കെ. ശശിക്കെതിരായ പ്രതിഷേധങ്ങളെ തള്ളി മുതിർന്ന CPM നേതാവ് NN കൃഷ്ണദാസ്. പാർട്ടിയിലെ പ്രശ്നങ്ങളും പരാതികളും തെരുവിലല്ല പരിഹരിക്കേണ്ടതെന്ന് NN കൃഷ്ണദാസ് റിപ്പോർട്ടറിനോട്. പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യും. മണ്ണർകാട്ടെ പ്രശ്നങ്ങൾ പാർട്ടി സൂക്ഷ്മമായി പരിശോധിക്കും. പി.കെ. ശശി എന്നല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസിൽ പോകില്ലെന്നും കൃഷ്ണദാസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പ്രദേശത്ത് പാർട്ടിയുടെ അകത്ത് ഒരു പ്രശ്നം ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ട് അപൂർവം ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നം പാർട്ടിയുടെ രീതിയിൽ പാർട്ടിയുടെ അകത്ത് വെച്ചാണ് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നത്. തെരുവിൽ പാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാറില്ല. അത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. പാർട്ടിയുടെ രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ആ പാർട്ടി ശരിവെച്ച് പാർട്ടി തെറ്റായി കണ്ട് പാർട്ടി തീരുമാനങ്ങളെടുത്ത് പാർട്ടിയുടെ അകത്താണ് പരിഹരിക്കുക. അത് ഞങ്ങൾ പരിശോധിക്കുക ആ കാര്യങ്ങൾ മുഴുവൻ. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളെയും വലതുപക്ഷത്തേക്ക് കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് കോൺഗ്രസ് പാലക്കാട് ജില്ലയിൽ തകർന്ന് തരിപ്പണമായി അതിൻ്റെ ഉയർന്ന നേതാക്കൾ മുഴുവൻ മിക്കവാറും ഞങ്ങളുടെ കൂടെ വരാൻ സന്നദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തെളിവാണ് ഇപ്പോൾ തൃത്താലയിൽ മുതിർന്ന 2 നേതാക്കൾ തമ്മിൽ നടക്കുന്ന വാക്പോര്. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇതെന്താണ് പി.കെ. കൃഷ്ണദാസ് പറയുന്നത്? NN കൃഷ്ണദാസ് പറയുന്നത് നമ്മുടെ ഈ മണ്ണാർക്കാട് നടന്ന പ്രതിഷേധങ്ങളെ, പി.കെ. ശശിക്കെതിരായ പ്രാദേശിക പ്രതിഷേധങ്ങളെ തള്ളുകയാണോ കൃഷ്ണദാസ്? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. NN കൃഷ്ണദാസ് പി.കെ. ശശിക്കെതിരായിട്ട് കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നടന്ന CPM-ന്റെ പ്രതിഷേധത്തെ പൂർണ്ണമായും തള്ളുകയാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല, CPM രീതിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധത്തെ തള്ളിക്കൊണ്ട് കൃഷ്ണദാസ് രംഗത്തേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം CPM-ന്റെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പടക്കം എറിഞ്ഞത് പി.കെ. ശശിയുടെ അനുയായിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ മണ്ണാർക്കാട് വെച്ച് CPM-ന്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധം ഉണ്ടായത്. അവിടെ വെച്ച് പി.കെ. ശശിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. തങ്ങൾക്ക് നേരെ വന്നാൽ കയ്യും വെട്ടി കാലും വെട്ടി എന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ ഉയർന്നിരുന്നു. മാത്രമല്ല മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ച് മണ്ണാർക്കാടിനെ കട്ടുമുടിച്ചവനെ എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പി.കെ. ശശിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ഇന്നലെ CPM തന്നെ മണ്ണാർക്കാട് നഗരത്തിലിറങ്ങി വിളിച്ചിരുന്നത്. പക്ഷേ ഇതൊന്നും ശരിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് രീതിയല്ല, CPM-ന്റെ രീതിയല്ല എന്നാണ് കൃഷ്ണദാസ് വിമർശിക്കുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള പരാതികളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പാർട്ടി ഘടകങ്ങൾക്ക് അകത്ത് വേണം ചർച്ച ചെയ്യാൻ, അല്ലാണ്ട് തെരുവിലിറങ്ങി ഇത്തരത്തിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യരുത് എന്ന് CPM നേതാക്കളെ കൃഷ്ണദാസ് ഓർമ്മിപ്പിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പി.കെ. ശശി എന്നല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസിലേക്ക് ചേക്കേറില്ല. സരിനും ഷാനിബും മോഹൻകുമാറും എല്ലാം ഊരി വെച്ചിട്ടുള്ള ഖദർ വസ്ത്രങ്ങൾ പാലക്കാട്ടെ DCC ഓഫീസിനകത്തുണ്ട്. ആ വസ്ത്രങ്ങൾക്ക് വേണ്ടി ആളെ തിരയുകയാണ് കോൺഗ്രസ്. പക്ഷേ അതിനുവേണ്ടി CPM നേതാക്കളെയോ CPM അണികളെയോ പ്രവർത്തകരെയോ തിരയേണ്ട ആവശ്യമില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരിക്കലും കോൺഗ്രസിൽ ചേക്കേറില്ല എന്നും NN കൃഷ്ണദാസ് പറയുകയാണ്. കഴിഞ്ഞ ദിവസം CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് പി.കെ. ശശിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ അതാത് ഘടകങ്ങൾ പരിശോധിക്കും. അതായത് പി.കെ. ശശി നിലവിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമാണ്, അപ്പോൾ ബ്രാഞ്ച് ആണ് പരിശോധിക്കുക എന്നാണ്. പക്ഷേ കൃഷ്ണദാസ് പറയുന്നത് പാർട്ടി തന്നെ ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി സൂക്ഷ്മമായി പരിശോധിക്കുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഓക്കെ.